ഒരു കുഞ്ഞു ജീവൻ കൂടി പേവിഷബാധയിൽ പൊലിഞ്ഞിരിക്കുന്നു. നിയ ഫൈസൽ. 1 മാസത്തിനിടെ 3ാമത്തെ കുഞ്ഞിന്റെ മരണം. കൃത്യമായ ഡോസേജുകളിൽ വാക്സിൻ എടുക്കുന്നു, എന്നിട്ടും പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പേവിഷബാധ നീങ്ങുന്നു എന്നത് വലിയ രീതിയിലുള്ള ആശങ്കയാണ്. നമ്മുടെ പരിസര ശുചീകരണം എന്ന അടിസ്ഥാന ഘടകത്തിൽ തുടങ്ങി മരുന്നിന്റെ ഗുണനിലവാരം, സൂക്ഷിക്കുന്ന രീതി, വാക്സിൻ എടുക്കുന്ന രീതി, എവിടെയാണ് കടിയേറ്റത്, എവിടെ നമുക്ക് വീഴ്ച പറ്റിയെന്ന വിശദമായ ഒരു പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇന്ന് ശക്തന്റെ തട്ടകത്തിൽ പൂര വിളംബരത്തിന്റെ ദിവസമാണ്. ഇന്ന് നീതലക്കാവിലമ്മ രാവിലെ തെക്കേ ഗോപുര വാതിൽ തള്ളി തുറക്കുന്നതോടെ പിന്നെയുള്ള ആ ഒരു 36 മണിക്കൂറുകൾ താള മേള വർണ്ണ വിസ്മയങ്ങളുടെ ഉച്ചസ്ഥായിയിലേക്കുള്ള ഒരു പുറപ്പാടാണ്. സമഗ്ര പൂരവിശേഷങ്ങൾ ഞങ്ങൾ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഒപ്പം പഹൽഗാമിലെ തിരിച്ചടിയും കെ സുധാകരന്റെ ഉറച്ച നിലപാടുകളുമടക്കം ഇന്ന് സമഗ്രമായ വാർത്താ ദിവസം കൂടിയാണ്.